ഞാനിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്? ഞാൻ ഗോദാവരിയിലാണ് ഞാൻ താമസിക്കുന്നത്. സുധാകരനും അടൂർ പ്രകാശും ഇവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സുധാകരനെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം സുധാകരൻ ഇവിടുത്തെ ഈ ഗോദാവരി ഫ്ലാറ്റിലുണ്ട്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിക്കാനില്ലാത്ത ഒരാളായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മാത്രമാണ് മത്സരിക്കുന്നില്ല എന്ന് ഇത്തവണ പരസ്യമായി പറഞ്ഞത്. പല എം പിമാരും മത്സരമോഹവുമായി നടക്കുകയാണ്. അല്പസമയം മുമ്പ് ഒരു തോൽക്കാൻ സാധ്യതയുള്ള സീറ്റ് കോഴിക്കോട്ടെ സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റിൽ പോലും മത്സരിച്ച് ജയിക്കാൻ കേൾപ്പുണ്ട് എന്ന് എം കെ രാഘവൻ പറയാതെ പറയുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ എം പിമാർ സമ്മർദ്ദമായി രംഗത്തേക്ക് വരികയാണോ? ഞാൻ ബിനു, എൻ്റെ ആദ്യത്തെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഞാൻ മത്സരിക്കാനില്ല. മാത്രമല്ല, പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഒരിക്കലും മത്സരിക്കാൻ അവസരം കൊടുക്കരുത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അവസരം കൊടുക്കാൻ തയ്യാറായാൽ രണ്ടാമത്തെ ആൾ വരും, മൂന്നാമത്തെ ആൾ വരും. അത് പാർട്ടിയുടെ മുഴുവൻ പ്രതിച്ഛായയും ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി ഈ മുന്നറിയിപ്പ് പാർട്ടിക്ക് കൊടുത്തത്. ഒരു കാരണവശാലും എം പിമാരെ പരിഗണിക്കരുത്. അവരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്ന അസംബ്ലിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യമാണ് അവർ ഏറ്റെടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഒറ്റ കാര്യം പറയാം. ഈ തർക്കമുണ്ട് എന്ന് പറയുന്ന എം പിമാർ മത്സരിക്കണമെന്ന് പറയുന്ന ഈ രണ്ട് മണ്ഡലങ്ങൾ, അതിപ്പോൾ ഒഴിച്ചിട്ടിരിക്കുന്ന കോന്നിയും കണ്ണൂരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രശ്നം തീർന്നല്ലോ. പിന്നെ അവരൊരിക്കലും ഇവിടെ സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറഞ്ഞ് നിൽക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അല്ല, നിങ്ങൾ ചുമ്മാ എന്നെ വീട്ടിലാക്കണ്ട, ഹൈക്കമാൻഡ് കുഴപ്പമാണെന്ന് ചോദിച്ചാൽ. അപ്പം നിങ്ങൾക്ക് ദോഷൈക ദൃക്കുകൾക്ക് എന്ത് വേണേലും പറയാം. പക്ഷേ ഞാൻ പറയുന്നു, ഇന്ന് ഇപ്പോൾ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടുകൂടി എല്ലാ വിഷയങ്ങളും അവസാനിക്കും. പിന്നെ പറയുന്നത് അപ്പോൾ ഒരു ഇളവ് നൽകരുതെന്നുള്ളതാണോ? ഒരു ഇളവിന്റെ ആവശ്യമില്ലെന്നുള്ളതാണോ? ഒരു എം പിമാർക്കും ഇളവിന്റെ ആവശ്യമില്ല എന്നുള്ളതാണോ? അല്ല, ഇപ്പോൾ ഒരു എം പിക്ക് കൊടുത്താൽ പിന്നെ രണ്ടാമത്തെ എം പി വരും, രണ്ടാമത്തെ എം പിക്ക് കൊടുത്താൽ മൂന്നാമത്തെ എം പി വരും. ആ എം പിമാരുടെ ആഗ്രഹങ്ങൾക്ക് തിരശ്ശീല വീഴണമെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടിയന്തരമായി നടത്തിയാൽ അതോടുകൂടി തീരുമല്ലോ. ഞാൻ പറഞ്ഞു, സുധാകരൻ ഈ ഗോദാവരി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഞാൻ അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യനെ സ്വാന്തനിപ്പിക്കാൻ പോകേണ്ട ഒരാളല്ല. അദ്ദേഹം കണ്ണൂർ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ പിന്നെ ഞാൻ പാർലമെന്റ് അംഗങ്ങൾക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരു എം പി ആകുമ്പോൾ സ്വാഭാവികമായി എന്നെ കാണുന്നത് അദ്ദേഹത്തിനെ ചതുർത്ഥി കാണുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ കാസർഗോഡിനെ സംബന്ധിച്ച് ചില വാർത്തകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ശുപാർശ ചെയ്ത ചില സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഇന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടിസ്ഥാനരഹിതമാണ്. ഞാൻ കാസർഗോട്ടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടപെട്ടിട്ടില്ല. 2019 കാസർഗോട്ട് മത്സരിച്ച് 40,438 വോട്ടിന് ജയിച്ച ഒരു എം പിയാണ് ഞാൻ. ആ മണ്ഡലം പൊന്നുപോലെ ഞാൻ നഴ്സ് ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആധിപത്യമുള്ള ആ മണ്ഡലം, പണ്ട് നെഹ്റുവിനെ പോലും വെല്ലുവിളിക്കാൻ AK ഗോപാലിന് ആത്മധൈര്യം കൊടുത്ത ആ മണ്ഡലം, ആ മണ്ഡലത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ജയിക്കുമ്പോൾ 1,640,000 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. ഇന്നും ഞാൻ പറഞ്ഞോട്ടെ, ഇന്നും ഞാൻ ആ മണ്ഡലം പൊന്നുപോലെ നോക്കുന്നുണ്ട്. ആ മണ്ഡലത്തിൽ എന്നെ അപമാനിച്ച, അവഹേളിച്ച, അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ആരെങ്കിലുമാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചൊക്കെ എല്ലാവർക്കും അറിയാം, ആർക്കും അറിയാം. അല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, എന്നെ അപമാനിച്ച, അവഹേളിച്ച, അപകീർത്തി നടത്തുന്ന, പാർട്ടി പ്രവർത്തനം നടത്തുന്ന, കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഒരാളിന്, അതാരോ ആയിക്കോട്ടെ, സീറ്റ് കൊടുത്താൽ അത് ഒരിക്കലും ഈ മുന്നണിയുടെ വിജയത്തിന് ഉതകുന്ന ഒന്നായിരിക്കില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാകാത്ത അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ ശ്രമിക്കണം. സ്ഥാനാർത്ഥിത്വം പാളി എന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലല്ലോ പാളിയെന്ന്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത്, എന്നെ കഴിഞ്ഞ കുറേ കാലമായി അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന, പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഒരിക്കലും പട്ടികയിൽ പരിഗണിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പരിഗണിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പരിഗണിക്കാൻ പാടില്ല.